രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. 5ാമത്തെ ദശകമാണ്, 2ാമത്തെ ശ്ലോകമാണ്. ഇതിനു മുമ്പുള്ളതൊക്കെ നമുക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് 12 മണിക്ക് നാരായണീയം, ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ കാമുകിയായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തിയതിന് ശേഷമാണ് ഇടുന്നത്, കാണുക. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടാൻ വേണ്ടി ധർമ്മ പദമാണ്. അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഉണ്ട്. ജ്യോതിഷപരമായ കാര്യമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അതെല്ലാം നമ്മൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായ സംശയത്തിന് എന്നെ വിളിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് 9645333999. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. പിന്നെ നമുക്ക് ജനറൽ എന്ന് പറയുന്ന ഐറ്റത്തിൽ ഒരുപാട് ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കൊച്ചു വീഡിയോസ് 5 മിനിറ്റ് 10 മിനിറ്റ് നിൽക്കുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കഠിന കൃഷ്ണഭക്തനായ ഞാനിങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ കാണണം. രാധാ കവചം 2 ഉണ്ട്. ആ 2 രാധാ കവചവും ഞാൻ പ്രത്യേകം ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ 2 രാധാ കവചത്തിൻ്റെയും ക്ലാസ്സും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് വിളിച്ചോ ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ ഇന്ന് നാരായണീയം പാടിത്തരുന്നത് നമ്മുടെ പ്രിയങ്കരിയായി മാറിയ കൃഷ്ണപ്രിയയാണ്. കൃഷ്ണപ്രിയ
അതിമനോഹരമായി പാടുകയാണ്. നമുക്ക് രാധാകവചൻ രണ്ടും പാടിത്തന്നത് കൃഷ്ണപ്രിയയാണ്. കൃഷ്ണപ്രിയയുടെ ഗാനം നിങ്ങൾ കേട്ടുകൊള്ളൂ. കാലകർമ്മഗുണാശ്ച ജീവനിവഃ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയോ തേഷാം നൈവ വദന്ത്യ സത്വമയീ ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാ നോ ചേൽ കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേൽ സംഭവ. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ ഇത് പാടിയത് കേട്ടല്ലോ. ഞാൻ പറഞ്ഞു തരാം, നോക്കിക്കൊള്ളൂ. കാല കർമ്മ ഗുണാച്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതി മേയുഷി ത്വയി തഥാ നിർലീനതാ മായയൂ തേഷാം നൈവ വദന്ത്യ സത്വമയീ ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗന പ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവ. കൃഷ്ണപ്രിയ അത് മനോഹരമായി പാടി തന്നിട്ടുണ്ട്. അതൊന്നും കൂടെ കേട്ടോളണം. അർത്ഥം എഴുതിക്കോ. കാല കാല കാലവും കാലവും. കർമ്മ അർത്ഥം എഴുതിക്കോ. കർമ്മവും കർമ്മ കർമ്മവും. ഗുണാച്ഛ ഗുണങ്ങളും ഗുണങ്ങളും. ജീവനിവഹ ജീവജാലങ്ങളും ജീവജാലങ്ങളും. വിശ്വം അർത്ഥം എഴുതിക്കോ. ലോകം. വിശ്വം ച കാര്യം എല്ലാ കാര്യങ്ങളും, അതായത് പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന സകല കാര്യങ്ങളും. അപ്പം വിശ്വം ച കാര്യം അർത്ഥം എല്ലാ കാര്യങ്ങളും. ചില്ലീലാരതി ഭഗവാന്റെ ലീല. ചില്ലീലാരതി ഭഗവാന്റെ ലീലകൾ. ഏയുഷി ഏയുഷി പ്രാപിച്ചിരിക്കവേ ത്വയി അങ്ങയിൽ തഥാ എപ്പോഴും നിർലീന ലയിച്ചു കിടക്കുന്ന നിർലീന ലയിച്ചു കിടക്കുന്ന അവസ്ഥ. അതാണ് നിർലീന ലയിച്ചു കിടക്കുന്ന അവസ്ഥ. ആയയു ആയയു പ്രാപിച്ചു പ്രാപിച്ചു ലയിച്ചു കിടക്കുന്ന അവസ്ഥയെ പ്രാപിച്ചു. ത്വേഷാം അവയ്ക്ക്. ഇവിടെ അവ എന്ന് പറയുന്നത് ഗുണങ്ങള്, കാലം, കർമ്മം, ജീവൻ. അവയ്ക്ക് വദന്ത്യ പറയപ്പെടുന്നു. അർത്ഥം എഴുതിക്കോ. വദന്ത്യ സമം പറയപ്പെടുന്നു. നൈവ വദന്ത്യ അർത്ഥം പറയപ്പെടുന്നില്ല. വദന്ത്യ പറയപ്പെടുന്നു. നൈവ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ നോയാണ്, ഇല്ല. അപ്പൊ നൈവ വദന്ത്യ പറയപ്പെടുന്നില്ല. സത്വമയി സത്വമയി ഇല്ലായ്മയെ ഇല്ലായ്മയെ. അടുത്തത് ഭോ അല്ലയോ ഭഗവാനെ. ഐ ഭോ എന്നാണ് ആ വാക്ക്. നിങ്ങൾ എളുപ്പത്തിന് വേണ്ടി ഭോ എന്നങ്ങ് എഴുതിക്കോ. ഭോ അല്ലയോ ഭഗവാനെ. ശക്ത്യാത്മനാ തിഷ്ഠതം അർത്ഥം എഴുത്. ശക്ത്യാത്മനാ തിഷ്ഠതം ശക്തികളായി സ്ഥിതി ചെയ്യുന്ന ശക്തികളായി സ്ഥിതി ചെയ്യുന്ന. നോ ചേത് നോ ചേത് അല്ലെങ്കിൽ അല്ലെങ്കിൽ. കിം എങ്ങനെ. ഗഗനപ്രസൂന സദൃശ ഗഗനപ്രസൂനം ആകാശത്തിലെ പൂവ്. സദൃശ തുല്യം. അപ്പൊ ഗഗനപ്രസൂന സദൃശ ആകാശത്തിലെ പൂവിന് തുല്യമായ, അങ്ങനെ അർത്ഥമുണ്ട്. ആകാശത്തിലെ പൂവിന് തുല്യമായ. ഭൂയോ വീണ്ടും. ഭവേ ഭവിക്കും. സംഭ
സംഭവം ഉൽപ്പത്തി. സംഭവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പത്തി. സംഭവ ഉൽപ്പത്തി. ഭൂയ സംഭവ ഉൽപ്പത്തി ഉണ്ടാകുന്നത്. അപ്പൊ എഴുതണം ഭവേത് ഭവിക്കും, സംഭവ ഉൽപ്പത്തി, ഭൂയ സംഭവ ഉൽപ്പത്തി ഉണ്ടാകുന്നത്. അതായത് ഈ ശ്ലോകത്തിന്റെ മൊത്തം അർത്ഥം ഞാൻ പറഞ്ഞു തരാം. അല്ലയോ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഗുണങ്ങളും കാലവും കർമ്മവും സകല ജീവജാലങ്ങളും ഈ ലോകത്തിലെ സർവകാര്യങ്ങളും ലീലാവിലാസനായ ഗുരുവായൂരപ്പനിൽ ലയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ ഇവയൊന്നുമില്ലായിരുന്നു എന്ന് വേദങ്ങളിൽ പറയുന്നില്ല. അല്ലെങ്കിൽ ആകാശപുഷ്പത്തിന് തുല്യമായ അവയ്ക്ക് വീണ്ടും ഉൽപ്പത്തി ഉണ്ടാകുമോ? ഞാനതൊന്നും കൂടെ വ്യക്തമാക്കി തരാം. കവി പറയുകയാണ്, അല്ലയോ കൃഷ്ണ, അല്ലയോ ഗുരുവായൂരപ്പ, കാലം, ഗുണം, ജീവജാലങ്ങൾ, കർമ്മങ്ങള്, ഇവയെല്ലാം ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടോ, ഈ ലോകത്ത് ജീവജാലങ്ങളുണ്ട്, ജീവജാലങ്ങൾക്ക് കർമ്മങ്ങളുണ്ട്, അവർക്ക് ഗുണങ്ങളുണ്ട്, കാലമുണ്ട്, ഇത്ര വയസ്സാവുമ്പോൾ നമ്മൾ മരിക്കും, കാലങ്ങളുണ്ട്. ഇവയെല്ലാം ഭഗവാനെ ഗുരുവായൂരപ്പ പ്രളയാവസ്ഥയിൽ നിന്നിൽ വന്നങ്ങ് ലയിക്കുന്നു. അതുകൊണ്ട് അവ ഇല്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് വേദങ്ങൾ പറയുന്നു. അതായത് അങ്ങയിൽ ലയിക്കുന്ന കാര്യം പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല. ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും അവരിലെ ഗുണങ്ങളും കർമ്മങ്ങളും ഒരിക്കലും ഇല്ലാതാകുന്നില്ല. കാരണം പൂർണ്ണമായും ഇല്ലാതാകുന്നെങ്കിൽ അത് ഒരിക്കലും ഇല്ലാത്ത ആകാശപുഷ്പം പോലെ ആർക്കും പിന്നെ കാണാൻ പറ്റില്ലായിരുന്നു. ആകാശപുഷ്പം ഇല്ലാത്തൊരു പുഷ്പമാണ്, ഉണ്ടെന്ന് സങ്കല്പിക്കുകയാണ്. ലോകത്തിന്ന് വരെ ആരും കണ്ടിട്ടില്ല. അതുപോലെ ഭഗവാനെ അങ്ങയിൽ ലയിച്ചു ചേരുന്ന കാലവും കർമ്മവും ഗുണവും ജീവജാലങ്ങളും ഇതൊന്നും പൂർണ്ണമായും ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. കാരണം വീണ്ടും ഈ പ്രപഞ്ചം ഉണ്ടാകുന്നല്ലോ. വീണ്ടും ഈ പ്രപഞ്ചം ഉണ്ടാകണമെങ്കിൽ അത് അങ്ങയിൽ തന്നെ ഉണ്ട് എന്നാണ് അർത്ഥം. ഇല്ലാത്തതൊന്നും പുതിയതായിട്ടുണ്ടാകില്ല. ഇത് ഓരോ വരി എടുത്ത് പറഞ്ഞാലേ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകൂ. നമുക്ക് ഓരോ വരി എടുത്ത് നമുക്ക് പഠിക്കാം. നമുക്ക് ഒന്നാമത്തെ വരി എടുക്കാം. ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകും. ഒന്നാമത്തെ വരി നോക്കേ. കാല കർമ്മ ഗുണാച്ഛ ജീവനിവഹ വിശ്വംച കാര്യം വിഭോ. കാലവും കർമ്മ കർമ്മവും ഗുണച്ഛ ഗുണങ്ങളും ജീവനിവഹ ജീവജാലങ്ങളും വിശ്വം ലോകം വിശ്വം ച കാര്യം ലോകത്തുള്ള സകലതും. അതായത് ഒന്നാമത്തെ വരിയിൽ അദ്ദേഹം കവി പറയുന്നത് എന്താന്ന് വെച്ചാൽ, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഈ പ്രപഞ്ചം തുടക്കത്തിൽ എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് നമുക്കറിയാത്ത കാര്യങ്ങളാണ്, നമ്മുടെ ബുദ്ധിക്കകത്ത് ഒതുങ്ങാത്ത കാര്യമാണ്. ഇപ്പൊ ഭട്ടതിരിപ്പാട് പറയുന്നു, അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ, ഈ പ്രപഞ്ചം തുടക്കത്തിൽ എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം മനുഷ്യബുദ്ധിക്ക് അളക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ബ്രഹ്മപ്രളയം തൊട്ട് ഞാൻ തുടങ്ങുകയാണ്. പ്രളയം കഴിഞ്ഞു, എല്ലാം നശിച്ചു, സർവ്വതും നശിച്ചു. ആ പ്രളയത്തിൽ കാലവും മനുഷ്യനും കർമ്മവും എല്ലാം ജീവജാലങ്ങളും എല്ലാം നശിച്ചു. അപ്പോൾ ഭയങ്കരമായ പരമാനന്ദ പ്രകാശത്തോടെ ഭഗവാൻ മാത്രം ഇങ്ങനെ അവശേഷിച്ചു. ആ പ്രളയത്തിൽ ആലിലയിൽ സാക്ഷാൽ ഭഗവാൻ മാത്രം ഇങ്ങനെ ശേഷിച്ചു. ഒന്നാമത്തെ വരിയിൽ പറയുന്നത്, പ്രളയം കഴിഞ്ഞ് ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മാവും ശിവനും ആരുമില്ല. പക്ഷേ ഗുരുവായൂരപ്പ അങ്ങ് മാത്രമാണ് അവശേഷിച്ചത്. അപ്പോൾ ഇതിനു മുമ്പ്, പ്രളയം വരുന്നതിന് മുമ്പ് ബ്രഹ്മലോകമുണ്ടായിരുന്നല്ലോ.
കൈലാസം ഉണ്ടായിരുന്നല്ലോ, ഭൂമി ഉണ്ടായിരുന്നല്ലോ, ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു, മനുഷ്യരുണ്ടായിരുന്നു, കടലുണ്ടായിരുന്നു, നദി ഉണ്ടായിരുന്നു, പർവ്വതം ഉണ്ടായിരുന്നു, ശിവൻ ഉണ്ടായിരുന്നു, ബ്രഹ്മ ഉണ്ടായിരുന്നു. അവരൊക്കെ എവിടെ പോയി? അതാണ് ചോദ്യം. അപ്പോൾ പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പുണ്ടായിരുന്ന ബ്രഹ്മാവ് എവിടെ പോയി? അതിനു മുൻപുണ്ടായിരുന്ന ശിവൻ എവിടെ പോയി? കൈലാസം എവിടെ പോയി? ബ്രഹ്മലോകം എവിടെ പോയി? ഭൂമി എവിടെ പോയി? കടൽ എവിടെ പോയി? പർവ്വതം എവിടെ പോയി? അതിൻ്റെ ഉത്തരം കവി തന്നെ പറയുന്നു. ഇവരെല്ലാവരും എന്തു ചെയ്യുന്നു? അങ്ങയിലങ്ങ് ലയിച്ചു ചേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അതങ്ങ് ലയിച്ചു ചേർന്നു. ലയിച്ചു ചേർന്നത് കൊണ്ട് ഇപ്പൊ അവയെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവരൊക്കെ ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? പ്രളയം കഴിഞ്ഞ് ലയിച്ചു ചേർന്നതിന് ശേഷം ഭൂമിയും ശിവനും കൈലാസവും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇപ്പം പ്രളയം കഴിഞ്ഞു, ഭഗവാനിൽ എല്ലാവരും ലയിച്ചു ചേർന്നു. ഇനി പ്രപഞ്ചമുണ്ടോ? ശിവനുണ്ടോ? ബ്രഹ്മലോകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. ഇതൊക്കെ സൂക്ഷ്മ രൂപത്തിൽ എവിടെയുണ്ട്? ഭഗവാനിലുണ്ട്. ഏതുപോലെ എന്ന് നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കി തരാം. വെള്ളത്തിനകത്ത് നിങ്ങൾ ഉപ്പിട്ടെ, ഉപ്പ് പരലിട്ടെ. വെള്ളത്തിനകത്ത് ഉപ്പ് പരലിട്ടാൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾ ഉപ്പ് പരലിനെ കാണുന്നില്ല എന്നും പറഞ്ഞ് പരല് നശിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ആ വെള്ളമെടുത്ത് രുചിച്ചു നോക്കിയാൽ ഉപ്പ് രസം കാണാം. അപ്പോൾ വെള്ളത്തിനകത്ത് ഉപ്പെടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് പരലുകൾ 1 മിനിറ്റ് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഇച്ചിരി കഴിയുമ്പോൾ അത് അപ്രത്യക്ഷമാകും. അപ്രത്യക്ഷമാകുന്നത് കൊണ്ട് ഉപ്പ് പരല് നശിച്ചു പോയി എന്ന് പറയാൻ പറ്റില്ല. അതായത് സ്ഥൂല രൂപമായ ജലത്തിൽ സൂക്ഷ്മ രൂപമായ ഉപ്പ് ലയിച്ചു ചേർന്ന് കിടക്കുകയാണ്. അതുപോലെ ഭഗവാനെ ശ്രീകൃഷ്ണ അങ്ങ് സ്ഥൂല രൂപം, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണ് സ്ഥൂല രൂപം. അപ്പൊ വെള്ളത്തിൽ ഉപ്പ് ലയിച്ചതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ബ്രഹ്മലോകവും കൈലാസവും ശിവനും ബ്രഹ്മാവും ഭൂമിയും കടലും ജീവജാലങ്ങളും സസ്യങ്ങളും പർവ്വതവും എല്ലാം ലയിച്ചു ചേർന്നിരിക്കുന്നു. വെള്ളത്തിൽ വീണിരിക്കുന്ന ഉപ്പ് പരലിനെ കാണാൻ പറ്റാത്തതുപോലെ ഭഗവാനിൽ ലയിച്ചു ചേർന്ന ഇവരെ കാണാൻ പറ്റത്തില്ല. എന്നാൽ വെള്ളത്തിൽ ഉപ്പ് പരൽ വീഴുമ്പോൾ ഉപ്പ് അതിനകത്തുണ്ട്. അതുപോലെ ഇതെല്ലാം ഭഗവാനിൽ ഉണ്ട്. അപ്പൊ ഈ പ്രളയകാലത്ത് നമ്മൾ നശിച്ചു എന്ന് കരുതിയ സകലതും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദേഹത്തിൽ ലയിച്ചു ചേർന്നു. അതവിടെ കിടപ്പുണ്ട്. പൂർണ്ണനാശം സംഭവിച്ചിട്ടില്ല. ആവശ്യം വരുമ്പോൾ ഭഗവാൻ തന്നെ അതിനെ പുറത്തെടുക്കും. ഏതുപോലെ? ഉപ്പുവെള്ളം അതിനെ വറ്റിച്ചാൽ വീണ്ടും ഉപ്പ് പരല് കിട്ടും. ആ വെള്ളത്തെ വറ്റിച്ചാൽ നമുക്ക് ഏത് കിട്ടും? ഉപ്പ് പരല് കിട്ടും. അതുപോലെ ഇതാണ് 1ാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 2ാമത്തെ വരിയിലേക്ക് വരാം. നോക്കിക്കേ. ചില്ലീലാരതി മേയുഷി തൊയ് തഥാ നിർലീനതാ മായയു. ചില്ലീലാരതി ഭഗവാന്റെ ലീലകൾ. ഏയുഷി പ്രാപിച്ചിരിക്കവേ, തൊയ് അങ്ങയിൽ, തഥാ എപ്പോഴും, നിർലീന ലയിച്ചു കിടക്കുന്നു, ആയയു പ്രാപിച്ചു. അതായത് എന്താണ് ചില്ലീലാരതി? ചില്ലീലാരതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലീലകൾ. ഇത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നിങ്ങൾ പറയും എല്ലാം ഭഗവാന്റെ ലീലകൾ, എല്ലാം ഭഗവാന്റെ ലീലകൾ. എന്താണ് ഈ ഭഗവാന്റെ ലീല? അതൊന്ന് പറഞ്ഞേ. ഭഗവാന്റെ ലീലകൾ എന്താണ്? അതിനെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമായി പറയാൻ പോകുന്നത്. ഭഗവാന്റെ ലീല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചോദ്യം ചോദിക്കാൻ പറ്റും. എന്താണെന്നറിയാവോ? അല്ല, ഈ ഭഗവാൻ എന്തിനാണ് ഈ ലോകം സൃഷ്ടിച്ചത്? എന്തിനാണ് ഈ ലോകം സൃഷ്ടിച്ചിട്ട് ഇവിടെ മനുഷ്യരെയും വേറൊരിടത്ത് കൈലാസത്ത് ശിവനെയും മറ്റൊരിടത്ത് ബ്രഹ്മലോകത്ത് ബ്രഹ്മാവിനെയും ഒക്കെ സൃഷ്ടിച്ചത്? അവരിൽ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നിറച്ചത്. എന്നിട്ട് ഈ സൃഷ്ടിച്ചതിനെ മുഴുവനും പ്രളയകാലത്ത് തിരിച്ചെടുക്കും.
എന്ന് മാത്രവുമല്ല, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു, മനുഷ്യനെയും സൃഷ്ടിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാൻ ഒരു വഴിയുണ്ട്. ആ വഴി അച്ഛൻ, അമ്മ, മക്കള്, ഈ ബന്ധങ്ങളെ എല്ലാം ഉപേക്ഷിക്കണം. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കരുത്, ഭാവിയെക്കുറിച്ച് ചിന്തിക്കരുത്. വർത്തമാനത്തിൽ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥമായി മുഴുകി ചെയ്യുക, എന്നാൽ എന്നെ പ്രാപിക്കും. അപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഞങ്ങളൊക്കെ ഭഗവാന്റെ ഭാഗമല്ലായിരുന്നു. ഭഗവാന്റെ ഭാഗമായ ഞങ്ങളെയൊക്കെ ഭൂമിയിലോട്ട് വിട്ടു കഴിഞ്ഞിട്ട് ഇനി എന്നെ പ്രാപിക്കണമെങ്കിൽ നീ അച്ഛൻ, അമ്മ, ലൗകിക ചിന്തകൾ ഒന്നും പാടില്ല, യാതൊന്നും പാടില്ല. ചിന്തകളെ അടക്കി മനസ്സ് ഏകാഗ്രമാക്കി വെക്കണം, എന്നാൽ നിനക്ക് എന്നെ പ്രാപിക്കാം. അല്ല ഭഗവാനെ, ഇതിനും ഭേദം ഈ ലോകം ഒന്ന് സൃഷ്ടിക്കാതിരുന്നാൽ പോരായിരുന്നോ? ഞങ്ങൾ അങ്ങയുടെ അടുത്ത് സുഖമായി കഴിഞ്ഞതല്ലേ? അപ്പൊ എന്തിനു വേണ്ടിയാണ് ഭഗവാൻ എന്ത് ചെയ്തത്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്തിനാണ്? എന്നിട്ട് ഭഗവാനെ പ്രാപിക്കാൻ വഴികളൊക്കെ പറഞ്ഞു തന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഭഗവാന്റെ ഒരു ലീല, ഭഗവാന്റെ ഒരു നേരം പോക്ക്. അതായത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ നേരം പോക്കിന് വേണ്ടി, സമയം കളയാൻ വേണ്ടി മൊബൈൽ ഫോൺ എടുത്തു വെച്ച് നോക്കത്തില്ലേ? സമയം കളയാൻ നമ്മൾ സിനിമ കാണത്തില്ലേ? സമയം കളയാൻ വേണ്ടി TV കാണത്തില്ലേ? കുട്ടികൾ കളിമണ്ണ് കൊണ്ട് വീടുണ്ടാക്കും, അവർ കളിക്കുകയാണ്. കുറെ കഴിഞ്ഞ് ആ കളിമണ്ണെല്ലാം കൂടെ തട്ടി അങ്ങ് കളയും. ഇതുപോലെ ഭഗവാനും ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു നേരം പോക്ക് വേണമെന്ന് തോന്നി. അതായത് ഒരനക്കവും ആവിയും ഇല്ലാതിരുന്നപ്പം ഭഗവാനും അല്പം ബോറടിച്ചു എന്ന് നമ്മുടെ സാധാരണ ഭാഷ. അങ്ങനെ ഇരുന്നപ്പോൾ ഭഗവാന് ഒരു വിനോദം വേണമെന്ന് തോന്നി. ആ വിനോദം വേണമെന്ന് തോന്നിയപ്പോൾ നമ്മൾ മൊബൈൽ നോക്കുന്നത് പോലെ, സിനിമ കാണുന്നതൊക്കെ പോലെ ഭഗവാൻ ഒരു രസത്തിന് വേണ്ടി, ഒരു നേരം പോക്കിന് വേണ്ടി ഈ ലോകവും ഭൂമിയിൽ മനുഷ്യരും കടലും എല്ലാം സൃഷ്ടിച്ചു. മറ്റൊരിടത്ത് ശിവനെയും കൈലാസവും സൃഷ്ടിച്ചു. മറ്റൊരിടത്ത് ബ്രഹ്മാവിനെയും ബ്രഹ്മലോകവും ഒക്കെ സൃഷ്ടിച്ചിട്ട് ഇതൊരു തരം കളി പോലെയാണ്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ട കാര്യം? എന്നെ മാത്രം ഏകാഗ്രമായിരുന്ന് ധ്യാനിച്ചാൽ എൻ്റെ അടുത്ത് വരാം. നമ്മൾ കബഡി കളിക്കുന്ന കണക്ക് ഒന്നിച്ച് നിൽക്കുന്ന കൂട്ടുകാർ രണ്ടായി പകുത്ത് അപ്പുറവും ഇപ്പുറവും ആകും. എന്നിട്ട് പറയും ബാ ബാ, അപ്പൊ നമ്മൾ കബഡി 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 എന്നും പറഞ്ഞ് എല്ലും. ഇതുപോലെ ഭഗവാൻ നമ്മളെ അങ്ങ് വേർപെടുത്തി ഭൂമിയിലാക്കിയിട്ട് പറഞ്ഞ് ബാ, കബഡി കബഡി പറഞ്ഞു വാ, ഇനി എന്നെ പ്രാപിക്കണമെങ്കിൽ ഇന്ന കണക്ക് ചെയ്. ഇത് ഭഗവാൻ ഒരു നേരം പോക്ക്. ഇതിനെയാണ് സത്യത്തിൽ ഭഗവാന്റെ ലീലകളെന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം. തേഷാം നൈവ വദന്ത്യ സത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതായ. ത്വേഷാം അവയ്ക്കായി. അവയെന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ ഗുണങ്ങൾ, കാലം, കർമ്മം, ജീവജാലങ്ങൾ. വദന്ത്യ പറയപ്പെടുന്നു, നൈ വദന്ത്യ പറയപ്പെടുന്നില്ല. സത്വമയി ഇല്ലായ്മയെ, ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച്. ശക്ത്യാത്മനാതിഷ്ഠ ശക്തികളായി സ്ഥിതി ചെയ്യുന്ന. അതായത് ഈ വരിയിൽ മൂന്നാമത്തെ വരിയുടെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. മൂന്നാമത്തെ വരിയിൽ കവി പറയുന്നു, പ്രളയകാലത്ത് ഗുണവും കാലവും കർമ്മവും ജീവജാലങ്ങളും ഇല്ലാതാകും. അങ്ങനെ പറഞ്ഞ കവി അതേ ശ്വാസത്തിൽ തന്നെ പറയുന്നു, അവ പൂർണ്ണമായും ഇല്ലാതാകുമോ എന്നൊരു ചോദ്യപ്രകടനവും കൂടെ. ആദ്യം കവി തന്നെ പറയുന്നു പ്രളയകാലത്ത് സകലതും ഇല്ലാതാകും. എന്നിട്ട് കവി തന്നെ ചോദിക്കുന്നു, അല്ല അങ്ങനെ പൂർണ്ണമായിട്ടും ഇല്ലാതാകുമോ? എന്നിട്ട് കവി ഉത്തരം പറയുന്നു, ഇത് മനുഷ്യബുദ്ധിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഋഷിമാരെയും വേദങ്ങളെയും മാത്രമേ ആശ്രയിക്കാൻ കഴിയത്തുള്ളൂ. അവർ പറയുന്നു ഇല്ലാതാകുന്നില്ല, ലയിച്ചു ചേരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായല്ലോ. കവി ഇവിടെ പറയുന്നു, മഹാപ്രളയകാലത്ത് ഈ പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളും ഗുണങ്ങളും കാലവും
കർമ്മവും എല്ലാം ഭഗവാനിൽ ലയിച്ചു ചേരുന്നു. എന്നിട്ട് കവി അങ്ങനെ ലയിച്ചു ചേർന്ന് ഇല്ലാതാകുന്നു. അപ്പോൾ കവി തന്നെ പറയുകയാണ്, അങ്ങനെ ഇല്ലാതാകുന്നു എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് പറയുന്നു, അത് മനുഷ്യബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ വേദങ്ങളും നമ്മുടെ ഋഷിമാരും എന്തു പറയുന്നു? അപ്പോൾ വേദങ്ങളും ഋഷിമാരും പറയുന്നു, ഇതൊന്നും ഇല്ലാതാകുന്നില്ല, ഭഗവാനിൽ ലയിച്ചു ചേരുന്നതേ ഉള്ളൂ. പാലിൽ പഞ്ചസാര പോലെ, പാലിൽ പഞ്ചസാര ചേരുമ്പോൾ ലയിച്ചു ചേരുന്നു, പിന്നെ പഞ്ചസാര കാണുന്നില്ല. ചുട്ടുപഴുത്ത കല്ല്, നമ്മുടെ ദോശക്കല്ല്, ചുട്ടുപഴുത്ത ദോശക്കല്ലിൽ അല്പം ജലമൊഴിച്ചാൽ ആ ജലം അതിൻ്റെ ഭാഗമായങ്ങ് മാറുന്നു. പക്ഷേ ജലത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഋഷിമാര് പറയുന്നു, ഇതൊന്നും ഇല്ലാതാകുന്നില്ല. പഞ്ചസാര പാലിൽ ലയിച്ചു ചേരുന്നത് പോലെ ഭഗവാനിൽ നമ്മളെല്ലാം ലയിച്ചു ചേരുന്നു. പാലിൽ പഞ്ചസാര ലയിച്ചു ചേർന്ന കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷേ പഞ്ചസാരയുണ്ട്. അതുപോലെ ഭഗവാനി നമ്മൾ ലയിച്ചു ചേർന്നാൽ പിന്നെ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷേ നമ്മൾ ഭഗവാനിൽ ഉണ്ടെന്നാണ് മൂന്നാമത്തെ വരി പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ വരിയിലേക്ക് വരാം, അല്ലേ? എന്താ നാലാമത്തെ വരി? നോ ചേത് കിം ഗഗന പ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവ. നോ ചേത് അല്ലെങ്കിൽ കിം എങ്ങനെ, ഗഗനപ്രസൂന ആകാശപുഷ്പത്തിന് സദൃശ തുല്യമായ, ഭൂയോ വീണ്ടും, ഭവേത് ഭവിക്കും, സംഭവം ഉൽപ്പത്തി. അതായത് കൃത്യമായൊരു ഉത്തരം പറയാൻ പോവുകയാണ്. പ്രളയത്തിൽ കാലവും ഗുണങ്ങളും കർമ്മവും ജീവജാലങ്ങളും ശിവനും കൈലാസവും ബ്രഹ്മാവും ബ്രഹ്മലോകവും എല്ലാം ശ്രീകൃഷ്ണ ഭഗവാനിൽ വന്ന് ലയിച്ചു ചേരത്തതേ ഉള്ളൂ, നശിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, പഞ്ചസാര പാലിലിട്ടാൽ ആ പഞ്ചസാര നശിക്കുന്നില്ല, ലയിച്ചു ചേരുന്നതേ ഉള്ളൂ. അങ്ങനെ ലയിച്ചു ചേരുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ലയിച്ചു ചേരുന്നത് കൊണ്ടാണ് വീണ്ടും സൃഷ്ടി നടത്തണമെന്ന് തോന്നുമ്പോൾ ഭഗവാന് തൻ്റെ ഉള്ളിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന കാലവും കർമ്മവും ഗുണവും ഭൂമിയും ഇതിനെയെല്ലാം പുറത്തെടുത്ത് സൃഷ്ടി നടത്താൻ പറ്റുന്നത്. ആകാശപുഷ്പം എന്നതുപോലെ ഒരിക്കലും ഇല്ലാത്ത ഒന്നല്ല കാലവും ഗുണങ്ങളും എന്ന് പറയുന്നത്. നല്ലതുപോലെ മനസ്സിലായില്ലേ? അതായത് ഇവിടെ ചെലന്തി വല കെട്ടുന്നത് പോലെ, ശ്രദ്ധിച്ചു കേട്ടോളണം, ചെലന്തി വല കെട്ടുന്നത് പോലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ ചെലന്തി വല ഇങ്ങനെ കെട്ടുന്നു? എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അവൻ ആ വല തൻ്റെ ഉള്ളിലേക്ക് വലിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏത് കാണാൻ പറ്റത്തില്ല? ചെലന്തി വല കാണാൻ പറ്റത്തില്ല. അപ്പം ചെലന്തി തൻ്റെ ഉള്ളിലേക്ക് വല വലിച്ചിങ്ങനെ എടുക്കും. അങ്ങനെ വല വലിച്ചെടുക്കുന്ന അതിനെയാണ് നമ്മൾ സംഹരിക്കുക എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണം, സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാകും. ചെലന്തി വല, ചെലന്തിക്ക് എപ്പോഴാണോ അത് വേണ്ട എന്ന് തോന്നുന്നത്, അപ്പം ചെലന്തി ഈ വല മുഴുവനും തൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ഇതുപോലെ ഭഗവാന് ഈ പ്രപഞ്ചം വേണ്ടാന്ന് തോന്നിയാൽ ചെലന്തി വല വലിച്ചെടുക്കുന്നത് പോലെ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അപ്പം നമ്മൾ പറയും സംഹാരം നടത്തി ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയും. ഇനി എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ചെലന്തിക്ക് തോന്നുന്നു ഇവിടെ വല കെട്ടാമെന്ന്. അപ്പം നേരത്തെ ഉള്ളിലാക്കി വച്ചിരിക്കുന്ന ആ നൂല് വീണ്ടും ചെലന്തി പുറത്തെടുക്കും. അതൊന്ന് ചുറ്റിക്കഴിയുമ്പോൾ വീണ്ടും വലയായി. ഇതുപോലെ ഭഗവാന് തോന്നും വീണ്ടും സൃഷ്ടി നടത്തണമെന്ന്. അപ്പോൾ ഭഗവാൻ ഉള്ളിൽ ലയിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ ഗുണഗണങ്ങളെയൊക്കെ പുറത്തെടുത്ത് വീണ്ടും പ്രപഞ്ചത്തെ സൃഷ്ടിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ചെലന്തി വല ഉള്ളിലേക്ക് വലിക്കും, അതുപോലെ ഭഗവാൻ ലോകത്തെ മുഴുവൻ ഉള്ളിലേക്ക് വലിക്കും. അപ്പം സംഹാരം. ചെലന്തി വല ഉള്ളിലേക്ക് വലിച്ചാൽ പിന്നെ നിങ്ങൾക്ക് വല കാണാൻ പറ്റത്തില്ല, ചെലന്തിയെ കാണാൻ പറ്റും. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകത്തെ മുഴുവനും തൻ്റെ ദേഹത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണനെ കാണാൻ പറ്റൂ, ആ വലിച്ചെടുത്ത ലോകത്തെ കാണാൻ പറ്റില്ല. ഇനി
ആവശ്യമുള്ളപ്പം ചിലന്തി എന്ത് ചെയ്യും? തൻ്റെ ശരീരത്തിൽ നിന്ന് വല പുറത്തെടുത്ത് വല നെയ്യും. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണനും ആവശ്യമുള്ളപ്പോൾ ചിലന്തി വല പുറത്തെടുക്കുന്നത് പോലെ ഭഗവാൻ ശ്രീകൃഷ്ണനും തന്നിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന കാലത്തെയും മനുഷ്യനെയും ശിവനെയും ഒക്കെ പുറത്തെടുത്ത് പ്രപഞ്ച സൃഷ്ടി നടത്തും. ഇതാണ് ഈ നടക്കുന്നത്. അതുകൊണ്ട് ഒന്നും നശിക്കുന്നില്ല. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉള്ളിലേക്കെടുക്കുമ്പം സംഭരിക്കുന്നു, പുറത്തെടുക്കുമ്പം സൃഷ്ടിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ചെലന്തി വല ഉള്ളിലേക്ക് വലിക്കുമ്പോൾ സംഭരിക്കുന്നു, ഇതേ ചെലന്തി വല നെയ്യുമ്പോൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന് ഒരു നേരം പോക്കിന് വേണ്ടി ചെലന്തി വല കെട്ടുകയും തിരിച്ചുള്ളിലേക്ക് എടുക്കുകയും ചെയ്യുന്നത് പോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സമയം പോകാൻ വേണ്ടി, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ടൈം പാസിന് വേണ്ടി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കും. കുറേ കഴിയുമ്പം ബോറടിക്കും. നമ്മളിപ്പോൾ മൊബൈൽ തന്നെ കുറേ നോക്കി കഴിയുമ്പം ബോറടിക്കും, അത് താത്ത് വെച്ചിട്ട് പോകും. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണനും ഒരു നേരം പോക്കിന് വേണ്ടി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കും. അത് മടുത്ത് കഴിയുമ്പോൾ അതങ്ങ് തിരിച്ചെടുക്കും. പിന്നെ കുറേ കഴിയുമ്പം വേണമെന്ന് തോന്നുമ്പം സൃഷ്ടിക്കും. അങ്ങനെ സൃഷ്ടിയും സംഹാരവുമൊക്കെ ഭഗവാന്റെ ലീലകളാണ്, നേരം പോക്കുകളാണ്. അങ്ങനെ ലീലയ്ക്ക് വേണ്ടി, നേരം പോക്കിന് വേണ്ടി സൃഷ്ടിയും സംഹാരവും നടത്തുന്ന ഗുരുവായൂരപ്പ, ഞങ്ങൾ അങ്ങയെ ആശ്രയിക്കുന്നു. ഞങ്ങളെ കാത്തുകൊള്ളേണമേ, ഞങ്ങളെ കാത്തുകൊള്ളേണമേ, ഞങ്ങളെ കാത്തുകൊള്ളേണമേ ഭഗവാനേ ശ്രീകൃഷ്ണ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.